സയനൈഡിന്റെ രുചി ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥയാണ്. അതിനുശേഷം പോലീസ് പ്രസാദ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ഭയങ്കര പുകച്ചിലാണ് ആദ്യം, നല്ല കടുപ്പമാണ്, ഭയങ്കര ചവർപ്പാണ്. നമ്മൾ ഓൾമോസ്റ്റ് സയനൈഡ് കേസസ് ഇപ്പോൾ 2 സയനൈഡ് കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, മറ്റൊരു സയനൈഡ് സംബന്ധിച്ചുള്ള ഒരു കഥ. സയനൈഡിന്റെ രുചി ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥയാണ്. കണ്ണെന്ന് ഉള്ള പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വർണ്ണപ്പണിക്കാരനാണ്, ജ്വല്ലറി നടത്തുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അറിയാം ഈ ഒരു സയനൈഡ് ഈ ജ്വല്ലറിക്കാരിലാണ് ഏറ്റവും കൂടുതൽ ലൈസൻസ് ഉണ്ട്. അപ്പോ ആൾക്ക് വലിയ ഒരു സാമ്പത്തിക നഷ്ടം വന്ന ഒരു സമയത്ത് ആൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഒരു ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു. അവിടെ വെച്ചാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതായത് പേനയുടെ പുറകില് ഈ ഒരു സയനൈഡ് ഉണ്ടായിരുന്നു. അതായത് മദ്യത്തിൽ സയനൈഡ് ഇട്ട് അത് അലുക്കാൻ വേണ്ടിയിട്ട് പേന വെച്ച് ഇളക്കിയിട്ട് അത് അബദ്ധവശാലാണ് അദ്ദേഹം ആലോചിക്കുമ്പോഴാണ് ഇയാള് വായിൽ ഈ പേന വെക്കുന്നത്. അപ്പൊ അതിന്റെ അംശം വായിൽ ചോരുവാണ്. ഈ സമയത്ത് ഇയാള് ആത്മഹത്യാക്കുറിപ്പ് എഴുതുവാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ചുവ എങ്ങനെയാണ്, ചോർപ്പുണ്ട്, ഞാൻ രുചിച്ചു, അതിന്റെ ചോർപ്പാണ്, ആദ്യം കുറച്ച് എരിയും, അങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുവാണ്. അങ്ങനെ എഴുതി ആ കത്തില് എഴുതിയത് കൊണ്ട് അത് ലോകം മൊത്തം അറിഞ്ഞു, നമ്മുടെ വിട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. സൈനൈഡ് അറിയാം, നിമിഷ നേരം കൊണ്ട് മരണപ്പെടും. പ്രസാദ് എറണാകുളം ജില്ലയിലെ കാക്കനാട് പഴന്തോട്ടം മണ്ണാശ്ശേരി പ്രഭാകരൻ സരോജൻ ദമ്പതികളുടെ മൂത്ത മകനായിരുന്നു. ഇദ്ദേഹം ഒരു സ്വർണ്ണക്കട ജ്വല്ലറി ഇടുവാണ്. 2005 പ്രസാദ് പാലക്കാട് പുതുപ്പള്ളി സ്ട്രീറ്റില് സ്വന്തമായിട്ടൊരു ജ്വല്ലറി തുടങ്ങിയത്. കയ്യിലുള്ളത് സ്വരുക്കൂട്ടിയും അച്ഛനോടും അതുപോലെ തന്നെ പലരോടും കടം മേടിച്ചിട്ട് ഒരു 25 ലക്ഷത്തോളം മുടക്കിയിട്ടാണ് അദ്ദേഹം ഈ ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന് പറയുന്ന ആ ഒരു കട ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു ഷോർട്ട് നോട്ടീസിൽ തന്നെ ആൾക്ക് ഒരുപാട് ബന്ധങ്ങളായി, കച്ചവടങ്ങൾ കൂടി, അങ്ങനെ ഒരുപാട് നല്ലൊരു പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. സുഹൃത്ത് വലയം ഇതുപോലെ ഭയങ്കരമായിട്ട് വളർന്നു. ഇതിനിടയ്ക്കാണ് 2 സുഹൃത്തുക്കള്, അതായത് മലയാളികളല്ല, ഹിന്ദിക്കാരല്ലേ, 2 ഹിന്ദിക്കാരായിട്ടുള്ള സുഹൃത്തുക്കള് ഈ ഇദ്ദേഹത്തെ പറ്റിക്കുവാണ്. അതായത് സ്വർണം എന്ന നിലയ്ക്ക് പിച്ചള നിറഞ്ഞ സ്വർണം പൊതിഞ്ഞ പിച്ചളയായിരുന്നു. അങ്ങനത്തെ ഒരു ആഭരണം നൽകി ഇദ്ദേഹത്തെ വഞ്ചിക്കുമായിരുന്നു. അപ്പോ ഇത് പൈസയല്ല, എല്ലാ കച്ചവടവും കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഘട്ടം ഘട്ടമായിട്ടാണ് പൈസ കൊടുക്കാമെന്ന് ഏൽപ്പിച്ചത്. 4 ലക്ഷം രൂപയ്ക്കായിരുന്നു കച്ചവടം ഉറപ്പിച്ചത്. അതുപോലെ അഡ്വാൻസ് ആയിട്ട് 2 ലക്ഷം രൂപ ആദ്യമേ നൽകിയിരുന്നു. വൈകിയായിരുന്നു ഇദ്ദേഹം പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു സത്യം അറിയുന്നത്. അപ്പൊ ഇതില് ഇദ്ദേഹം വല്ലാണ്ട് അങ്ങ് തളർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ കുറെ നാളിന് ശേഷം ഈ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഇതേ സമാനമായിട്ടുള്ളൊരു മറ്റൊരു കേസിന് പേരിൽ അറസ്റ്റ് ചെയ്യുവാണ്. അപ്പം ഇത് കണ്ടു ഇദ്ദേഹം, ഈ ന്യൂസ് ഇദ്ദേഹം കാണുന്നു. അതുപോലെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് നൽകിയിട്ട് ഇദ്ദേഹം തിരിച്ചു വരുവാണ്. ആദ്യമൊക്കെ ഇദ്ദേഹത്തിനെ ഒരു ബന്ധുക്കള് സഹായിച്ചു, എന്നാലും കരകയറാനായില്ല. അന്നത്തെ കാലത്തെ ഒരു 4 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. അപ്പൊ സഹായിച്ചു, പക്ഷെ എന്നാലും ആ ഒരു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച പ്രസാദ് ജൂൺ 15 വെണ്ണക്കരയിലെ ബന്ധുവീട്ടിൽ നിന്ന് സയനൈഡുമായിട്ട് ഇറങ്ങി. അവിടെ നിന്നാണ് സയനൈഡുമായിട്ട് പണിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട്. അപ്പൊ സയനൈഡ് വാങ്ങാൻ പാടില്ല, വലിയ പാടുള്ള കാര്യമല്ല അദ്ദേഹത്തിന്. അങ്ങനെ പാലക്കാട് നഗരത്തിലും ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഒരു ഹോട്ടലില് റൂം എടുക്കുകയാണ്. അവിടെ അതെ 207 നമ്പർ റൂമിൽ മുറിയെടുത്ത് താമസിക്കുവാണ്. ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു സംശയം തോന്നുന്നുണ്ട്. എന്തോ ഒരു പന്തികയുടെ ആളുടെ ഫോണില് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളുടെ ഒരു സൗണ്ട് മാറിയാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ സൗണ്ട് മാറിയത്, എന്ത് പറ്റി എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവിടെ വരും. അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയും ചോദിച്ച് എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി? അപ്പോഴും ആള് പറയുന്നത് എനിക്ക് കുഴപ്പമില്ല, പ്രസാദ് പറയുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ റിസപ്ഷനിസ്റ്റിനെ റൂം ബോയിനെ കൊണ്ടുവരെ സംസാരിപ്പിച്ചു, കുഴപ്പമില്ലെന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോഴും പ്രസാദിന്റെ സംസാരത്തിൽ നിന്ന്
വലിയ രീതിക്കുള്ള ഒരു പ്രശ്നമാണ്. ഹാപ്പി ആയിട്ടാണ് വീട്ടുകാർക്കും തോന്നിയത്. എന്നാൽ അന്ന് രാത്രി കയറിയ പ്രസാദ് പിറ്റേ ദിവസം വൈകിയും ഇറങ്ങിയില്ല, തിരിച്ചു വന്നില്ല. ഇതിൽ ഡൗട്ട് തോന്നിയിട്ടുള്ള ഹോട്ടലിലുള്ള റിസപ്ഷൻസ് കാര്യങ്ങളും എല്ലാവരും നോക്കുകയാണ്. മരിച്ചു കിടക്കുന്ന പ്രസാദിനെയാണ്, ആത്മഹത്യ ചെയ്ത പ്രസാദിനെയാണ് അന്ന് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം പോലീസ് പ്രസാദ് എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. അതിലുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു: ഡോക്ടേഴ്സ്, ഞാൻ പൊട്ടാസ്യം സയനൈഡിന്റെ രുചി അറിഞ്ഞു. ഭയങ്കര പുകച്ചിലാണ് ആദ്യം. പതുക്കെ, വളരെ പതുക്കെ നാവെല്ലാം എരിഞ്ഞു പോകും. നല്ല കടുപ്പമാണ്, ഭയങ്കര ചവർപ്പാണ്. എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ സയനൈഡ് മദ്യത്തിൽ ഇട്ടുവെച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അലിഞ്ഞില്ല. അതേ പേന കൊണ്ട് ഞാൻ എല്ലാ വിവരണങ്ങളും എഴുതി. എന്തോ ഓർക്കാൻ ശ്രമിച്ചു. പേന നാക്കിൽ മുട്ടിച്ചു. പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു. എഴുതി തീരുന്നത് വരെ സയനൈഡിന്റെ രുചി രേഖപ്പെടുത്താനുള്ള കാരണമായിട്ട് പ്രസാദ് രേഖപ്പെടുത്തിയത് ഇതായിരുന്നു. സോ അങ്ങനെയാണ് ഈ സയനൈഡിന്റെ യഥാർത്ഥ ടേസ്റ്റ് ലോകം അറിയുന്നത്. ഇതിൻ്റെത് ലാസ്റ്റ് എൻ്റെ മരണത്തിന് കാരണം അവർ മാത്രമാണ്. അതായത് ആ ഹിന്ദിക്കാരായിട്ടുള്ള ബിഗിനർ സ്വദേശികളായിട്ടുള്ള ഹിന്ദിക്കാർ എന്നും കൂടെ എഴുതിയാണ് അത്. ഇത് വരുന്നത് പ്രസാദിന്റെ മരണശേഷം ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഈ കാര്യം ലോക ശ്രദ്ധ നേടുന്നത്. 2021 ബുക്കർ പുരസ്കാര ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ബെഞ്ചമിൻ ലെബറ്ററിന്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു കാര്യം എല്ലാവരും അറിയുന്നത്. ഈ പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്ര ലോകത്തിനെ അട്ടിമറിച്ച ഒരുപാട് പ്രശസ്തര കൂട്ടത്തിൽ ഒരാളായിരുന്നു പ്രസാദ്. അത് ലോകമെമ്പാടും അറിഞ്ഞു എന്നുള്ളതാണ്. സോ ഇതാണ് സയനൈഡ് കഴിച്ച് മരിച്ച, അല്ലെങ്കിൽ സയനൈഡിന്റെ രുചി ആദ്യമായിട്ട് ലോകത്തിൽ അറിയിച്ച പ്രസാദിന്റെ കഥ. താങ്ക് യു.